നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം ഫിഫ വേൾഡ് കപ്പിൽ ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഗംഭീര പ്രകടനം തുടരുകയാണ്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അവർ വളരെ കംഫർട്ടബിൾ മാർജിനിൽ വിജയിച്ചു കയറി ഇതാ നോക്കൗട്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഗ്രൂപ്പ് ഡിയിൽ അവർ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഫ്രീമാൻ ഒരു ഗോൾ അടിച്ചു. മറ്റൊരു ഗോള് ഓസ്ട്രേലിയൻ താരത്തിൻ്റെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി മത്സരത്തിൽ ബലോഗൻ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. മത്സരത്തിൽ USA മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ബലോഗനും അതുപോലെ മെക്കന്നയും ഡസ്റ്റും അങ്ങനെ മികച്ച താരങ്ങളൊക്കെ കളിച്ചിരുന്നു. ക്രിസ്ത്യൻ പുലിസിച്ച് ഈ കളിക്ക് ഇല്ല, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതുമാണ്. ഏതായാലും മറുഭാഗത്ത് ടൂറെ, ലക്കി, ഒനീൽ തുടങ്ങിയവരൊക്കെ കളിക്കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് ഓസ്ട്രേലിയ കളിച്ചത്. പക്ഷേ കളിയുടെ 11ാമത്തെ മിനിറ്റിൽ തന്നെ ഓൺ ഗോള് ഓസ്ട്രേലിയയുടെ വലയിലേക്ക് വീണു. പിന്നെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഫ്രീമാനിലൂടെ ഒരു ഗോൾ കൂടി USA നേടുകയായിരുന്നു. അതോടുകൂടി അവർ കളി പിടിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും മത്സരം USA തന്നെ കംഫർട്ടബിളായിട്ട് വിജയിച്ചു കയറിയതോടുകൂടി ഗ്രൂപ്പ് ഡിയിൽ കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിൻറ്റോടെ അവർ നോക്കൗട്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. അതേസമയം മറ്റൊരു മത്സരം, അത് ഗ്രൂപ്പ് സിയിലെ മത്സരമാണ്. ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡിന് മൊറോക്കോ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ ബ്രസീലുമായിട്ട് സമനിലയിൽ പിരിഞ്ഞ മൊറോക്കോ രണ്ടാം മത്സരത്തിലും സൈബരിയുടെ ഗോളിലാണ് വിജയിച്ചത്. ബ്രസീലിനെതിരെയും ഇസ്മായിൽ സൈബരി തന്നെയാണ് ഗോളടിച്ചിരുന്നത്. കളിയുടെ 2ാമത്തെ മിനിറ്റിൽ തന്നെ സൈബരിയുടെ ഗോളുണ്ടായിരുന്നു. മികച്ചൊരു ഗോളിലൂടെ അവർ കളി തുടങ്ങി. പിന്നെ കളിയിൽ ആധിപത്യം പുലർത്തി മൊറോക്കോ എന്നുള്ളത് നേരാണ്, പക്ഷേ കൂടുതൽ ഗോളുകളിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മത്സരം വിജയിച്ചുകൊണ്ട് അവർക്ക് 4 പോയിൻ്റ് ആയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.